ഇറച്ചികൾ ഹലാൽ കഴിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റോ അല്ലെങ്കിൽ ദോഷമോ ഉണ്ടോ? എല്ലാവർക്കും നമസ്കാരം. ബീഫ് മലയാളികളുടെ ഒരു വികാരമാണ്. ബീഫിൻ്റെ പല വെറൈറ്റി ഡിഷുകൾ ട്രൈ ചെയ്യാത്ത ഒരു മലയാളി പോലും നമ്മുടെ ഇടയ്ക്ക് ഉണ്ടാവില്ല. ബീഫ് പല രീതിയിൽ അവൈലബിൾ ആണ്. ഫ്രഷ്, ചിൽഡ്, ഫ്രോസൺ എന്നിങ്ങനെ പല രീതിയിൽ. പക്ഷേ നമുക്ക് പരിചിതമാവണം നിർബന്ധമില്ല. നമുക്കധികം പരിചിതമല്ലാത്തതും എന്നാൽ വിദേശികൾക്ക് വിദേശ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ സുലഭമായി ലഭിക്കുന്നതുമായ ഒരു വെറൈറ്റിയാണ് ചിൽഡ് ആൻഡ് ഫ്രോസൺ ബീഫ്. ആ ഒരു കൺസെപ്റ്റ് നമ്മുടെ കോട്ടയത്ത് ഉഴവൂര് TMF എന്ന പുതിയ സംരംഭത്തിലൂടെ നമ്മിലേക്ക് എത്തിച്ചിരിക്കുന്ന ഒരു പുതിയ നമ്മുടെ ഇടയിലുള്ളൊരു ഓൺട്രപ്രണറാണ് മിസ്റ്റർ സ്റ്റീവൻസൺ തോമസ്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് സ്റ്റീവൻസൺ തോമസ് ആണ്. വെൽക്കം. താങ്ക് യു. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി സ്റ്റീവൻസൺ തോമസ് ആരാണെന്ന് ഒന്ന് പരിചയപ്പെടുത്താമോ? ബൈ പ്രൊഫഷൻ എനിക്ക് മീറ്റ് ഇൻഡസ്ട്രിയുമായിട്ടോ യാതൊരു ബന്ധവുമില്ലായിരുന്നു. 2019 ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വരുന്നത്. അതിനൊരു 6 വർഷം മുമ്പ് ദുബായിലായിരുന്നു. ദുബായിൽ ബുർജ് ഖലീഫയിൽ ഫയർ കമാൻഡിങ് ഓഫീസറായിട്ടായിരുന്നു ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരു സമയത്ത് തന്നെ നമുക്ക് ഫാമിംഗ് സെക്ടറിനോട് താല്പര്യം തോന്നുകയും 2016 കാലഘട്ടത്തിൽ മലബാർ മുറ ഫാം എന്ന് പറയുന്ന ഒരു ഫാം ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. അത് 2016 തൊട്ട് 2021-22 കാലഘട്ടം വരെ ഞാൻ ആ ഒരു ഫാം റൺ ചെയ്തു. അപ്പോൾ 2019 ദുബായിൽ നിന്ന് നിർത്തി പോകുന്നതിന് ശേഷം ഫാമിംഗ് മേഖലയിൽ തന്നെയായിരുന്നു നമ്മുടെ ഫുൾ കോൺസെൻട്രേഷൻ. ആ സമയത്ത് ഞാൻ മീറ്റ് പ്രൊഡക്റ്റ് ഓഫ് ഇന്ത്യ നമ്മുടെ MPയിൽ ലൈവ് ആനിമൽ സപ്ലൈ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു മേഖലയിലേക്ക് ഒരു താല്പര്യം തോന്നുകയും ഈ ഒരു മേഖലയിലേക്ക് നമ്മൾ വരികയും ചെയ്തത്. ഓക്കെ, ഞാൻ വളരെ സിമ്പിളായിട്ടൊരു ചോദ്യം ചോദിക്കട്ടെ. എന്താണ് ബീഫ്? നമ്മുടെ നാട്ടിൽ എല്ലാവരുടെയും ഒരു ധാരണ ബീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോത്തിറച്ചിയാണെന്നാണ്. പക്ഷേ ബീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കന്നുകാലി ഇറച്ചിയാണ്. കാറ്റിൽ മീറ്റ്, ബഫല്ലോ മീറ്റ് എന്ന് പറയുന്നതാണ് പോത്തിറച്ചി. അപ്പോൾ അങ്ങനെ ഒരു സംശയം ആൾക്കാരുടെ ഇടയ്ക്കുണ്ട്. ഒറിജിനൽ ബീഫാണോ എന്ന് നമ്മളോട് ചോദിക്കാറുണ്ട്. ഒറിജിനൽ ബീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കന്നുകാലി ഇറച്ചി, പശു അല്ലെങ്കിൽ കാളയാണ്. ബഫല്ലോ മീറ്റ് എന്നാണ് പോത്തിറച്ചിക്ക് പറയുന്നത്. അപ്പോൾ ചേട്ടൻ്റെ സ്ഥാപനത്തിൽ മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ചിൽഡ് മീറ്റ് ആൻഡ് ഫ്രോസൺ മീറ്റ് ആണല്ലോ. അതെ. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞുതരാമോ? നമ്മൾ ചെയ്യുന്നത് ചിൽഡ് ബഫല്ലോ അല്ലെങ്കിൽ ഫ്രോസൺ ബഫല്ലോ മീറ്റാണ്. ചിൽഡ് നമ്മുടെ നാട്ടിൽ പ്രധാനമായിട്ടും 2 കാറ്റഗറിയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ഫ്രഷ് മീറ്റ്, 2 ഫ്രോസൺ മീറ്റ്. ഇതേസമയം നമ്മൾ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്കായിട്ടാണ് അവർ ചിൽഡ് മീറ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതായത് ചിൽഡ് മീറ്റിൻ്റെ ടെമ്പറേച്ചർ, അത് നമ്മൾ സൂക്ഷിക്കുന്ന ടെമ്പറേച്ചർ 0 to 4 ഡിഗ്രി ആയിരിക്കും. അത് മൈനസിലേക്ക് പോവുകയില്ല. ഇതേസമയം ഫ്രോസൺ മീറ്റ് -18 ഡിഗ്രിയിലായിരിക്കും കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഷെൽ ലൈഫ് കൂടുതലുണ്ടായിരിക്കും. ചിൽഡ് മീറ്റിന് ഷെൽ ലൈഫ് വളരെ കുറവായിരിക്കും. 5 തൊട്ട് 6 ദിവസം വരെയുള്ളൂ ചിൽഡ് മീറ്റിന് ഷെൽ ലൈഫ് ഉണ്ടാകത്തുള്ളൂ. നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ചിൽഡ് മീറ്റ് തണുത്തിരിക്കും, ഞെക്കിയാൽ ഞെങ്ങും. ഫ്രോസൺ മീറ്റ് നല്ല കട്ടയായിട്ടിരിക്കും. നമ്മുടെ നാട്ടിലും നാട്ടിൻപുറത്തും ഒക്കെ കോമൺ ആയിട്ട് എല്ലാവർക്കും പരിചിതമായത് ഫ്രഷ് മീറ്റാണ്. അപ്പോൾ വെട്ടി നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ഫ്രഷ് മീറ്റ്. ഈ ഫ്രഷ് മീറ്റും ചിൽഡ് മീറ്റും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഏതായിരിക്കും ബെറ്റർ? ഫ്രഷ് മീറ്റ് നമ്മൾ വാങ്ങിക്കുന്നപ്പോൾ ഒരു 10 മണിക്കോ 8 മണിക്കോ ഒക്കെ നമ്മൾ പോയി വാങ്ങിക്കാറുണ്ട് ചന്തയിൽ, മാർക്കറ്റുകളിൽ നിന്ന്. അത് വെളുപ്പിനെ 3 മണിക്ക് അല്ലെങ്കിൽ 4 മണി സമയത്ത് കട്ട് ചെയ്യുന്നതായിരിക്കും. അതിൽ ഒരു 5 മണിക്കൂർ 6 മണിക്കൂർ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ബാക്ടീരിയൽ ഗ്രോത്ത് ഉണ്ടായി തുടങ്ങും. അപ്പോൾ നമ്മുടെ കുക്കിംഗ് ശൈലിയിൽ ഒരു 200 ഡിഗ്രി സെൽഷ്യസിന് മേളിൽ ഇത് തിളപ്പിച്ച് ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്കങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും വരാറില്ല. കുക്കറിലൊക്കെ ഇട്ട് ചെയ്യുന്ന, അതല്ലാതെ നമ്മൾ സ്റ്റേക്കോ അല്ല ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള ഐറ്റംസ് നമ്മൾ ഇത്രയും ടൈം എടുത്ത് കട്ട് ചെയ്ത ഒരു മീറ്റ് നമ്മൾ വാങ്ങിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് വളരെ പ്രശ്നങ്ങൾ വരും. ചിൽഡ് മീറ്റ് ചെയ്യുന്നത് അതിൻ്റെ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ 0 to 4 ഡിഗ്രിയിലേക്ക് ഇതിനെ ട്രാൻസ്ഫർ ചെയ്യും. അപ്പോഴാണ് മാംസം ഇറച്ചിയായി മാറുന്നത്. പിന്നെ നമ്മൾ ചെയ്യുന്നതെല്ലാം തന്നെ നമ്മുടെ ഫാക്ടറി ചെയ്യുന്നതെല്ലാം ഹലാൽ മീറ്റാണ്. ഓക്കെ, എന്താ ഈ മാംസവും ഇറച്ചിയും തമ്മിലുള്ള വ്യത്യാസം? അതായത് മീറ്റ് മസിൽ നമ്മൾ കേട്ടില്ലേ. അപ്പം ഈ മസിൽ മീറ്റ് കൺവേർഷൻ സംഭവിക്കണമെങ്കിൽ ഇത് ഓരോരോ മീറ്റിനും, ഇപ്പോൾ വൈറ്റ് മീറ്റിനാണെങ്കിലും റെഡ് മീറ്റിനാണെങ്കിലും ഒരു പർട്ടിക്കുലർ ടൈം അത് ചില്ലിങ്ങിൽ കിടക്കണം ഉണ്ട്. നമ്മുടെ റെഡ് മീറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഏകദേശം 12 തൊട്ട് 16 മണിക്കൂർ വരെ അത് 0 to 4 ഡിഗ്രി സെൽഷ്യസിൽ ഇട്ടെങ്കിലേ ഉള്ളൂ മീറ്റ് ടെൻഡർ ആവുള്ളൂ. അതായത് നമ്മുടെ മസിൽ മീറ്റായി മാറുകയുള്ളൂ. നമ്മൾ
മാംസമല്ല ഇറച്ചിയാണ് ഭക്ഷിക്കേണ്ടത്. ഹലാലിന്റെ കാര്യം പറഞ്ഞില്ല. ഹലാൽ എന്നത് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ചില മതവിഭാഗങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു കൺസെപ്റ്റാണ്. അപ്പം അതിൽ വിശ്വാസം ഇല്ലാത്ത മതവിശ്വാസികൾ ഹലാൽ കഴിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റോ അല്ലെങ്കിൽ ദോഷമോ ഉണ്ടോ? ഹലാൽ മീറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹലാൽ എന്ന വിശ്വാസം അതങ്ങ് മാറ്റി നിർത്തിയിട്ട് ഹലാൽ എന്ന പ്രോസസ്സിനെ പറ്റി ചിന്തിക്കുക. അവരെങ്ങനെയാണ് ഹലാൽ ചെയ്യുന്നത്? ഇതിൻ്റെ കഴുത്ത് കട്ട് ചെയ്യുന്നു, ബ്ലഡ് ഡ്രെയിൻ ചെയ്യുന്നു. അതിന് മുമ്പായിട്ട് അവരവരുടേതായ മുസ്ലിം വിശ്വാസത്തിലുള്ള ഒരു പരികർമ്മി വന്ന് അയാളുടേതായ ഒരു പ്രാർത്ഥന ചൊല്ലുന്നു. ബാക്കി പ്രോസസ്സ് ചിന്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യയിലും വിദേശത്തുള്ള എല്ലാ സ്ലോട്ടർ ഹൗസുകളും ഇതിൻ്റെ കഴുത്ത് കട്ട് ചെയ്ത് തന്നെയാണ് മൃഗങ്ങളെ കശാപ്പ് ചെയ്യുന്നത്. അതിൻ്റെ പ്രധാന കാരണം ഇതിൻ്റെ ബ്ലഡ് ബ്ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഹലാൽ ചെയ്യുന്നതുകൊണ്ട് 90%ലധികം ബ്ലഡ് ഇതിൻ്റെ അകത്ത് നിന്ന് ബ്ലീഡ് ആകുന്നുണ്ട്. ഇതേസമയം നമ്മൾ ഇതിനെ മുട്ടിക്കടിച്ച് കൊല്ലുകയോ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ബ്ലഡ് ക്ലോട്ട് ആകും. അപ്പം വെയിറ്റ് കാര്യം കൂടുതൽ കിട്ടും, പക്ഷേ അതിൻ്റെ അകത്ത് ബ്ലഡിലെ കണ്ടാമിനേഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി നമ്മൾ പ്രൈസ് ഡിഫറൻസ് ഒന്ന് നോക്കുവാണെങ്കിൽ മലപ്പുറത്ത് വളരെ ചീപ്പായിട്ട് കിട്ടുന്ന സാധനം നമ്മൾ കോട്ടയത്തോട് വരുമ്പോൾ കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആയിട്ടായിരിക്കും കിട്ടുന്നത്. മലപ്പുറത്ത് 280 റേഞ്ചിൽ കിട്ടുന്ന ബീഫ് നമുക്ക് കോട്ടയത്തോട് വരുമ്പോൾ 420 ആ റേഞ്ചൊക്കെ ആവും. എന്തായിരിക്കും ആ ഒരു പ്രൈസ് ഡിഫറൻസിൻ്റെ കാരണം? കേരളത്തിലേക്ക് പോത്തിറച്ചി വരുന്നത് എല്ലാം തന്നെ പുറത്തുനിന്നാണ് പോത്തിറച്ചി വരുന്നത്. അല്ലാതെ കേരളത്തിൽ സഫീഷ്യൻ്റ് ആയിട്ടുള്ള പോത്ത് നമുക്കില്ല കേരളത്തിൽ സ്ലോട്ടർ ചെയ്യാനുള്ള. അപ്പോൾ അതിൻ്റെ അകത്ത് കേരളത്തിൽ ഇപ്പം മലപ്പുറത്ത് വാങ്ങിച്ചാലും ഇവിടെ വാങ്ങിച്ചാലും ഒക്കെ റേറ്റിലൊരു വലിയ വ്യത്യാസം വരാനുള്ള സാധ്യതയില്ല. ഇതിൻ്റെ അകത്തെ കട്ടിങ്ങിലെ വ്യത്യാസമാണ് റേറ്റിലെ വ്യത്യാസം വരാനുള്ള കാരണം. ഇപ്പം മലപ്പുറത്ത് കട്ട് ചെയ്യുന്നത് അതിൻ്റെ അകത്ത് എല്ല്, നെയ്യ്, ഇറച്ചി ഇതെല്ലാം കൂടെ ഒരു പ്രത്യേക പ്രൊപ്പോർഷനിൽ മിക്സ് ചെയ്തായിരിക്കും അവിടെ കട്ട് ചെയ്യുന്നത്. കാരണം എല്ലിന് സെപ്പറേറ്റ് വിലയാണ്, നെയ്ക്ക് സെപ്പറേറ്റ് വിലയാണ്. ആ വിലയല്ല ഇറച്ചിക്കുള്ളത്. അതേസമയം കോട്ടയം ഭാഗത്തേക്ക് ഇവിടെ പോത്തിറച്ചി എന്ന് പറയുമ്പോൾ അത് പരമാവധി തെളിച്ച് എല്ലും നെയ്യും ഇല്ലാതെയാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു 420-430 റേഞ്ചിലേക്ക് കോട്ടയത്തും 250 തൊട്ട് 300 രൂപ റേഞ്ചിൽ മലപ്പുറത്ത് ലഭ്യമാകുന്നത്. അപ്പം അതിൻ്റെ അകത്ത് മീറ്റിൻ്റെ പെർസെൻറ്റേജ് അതാണ് നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ടത്. എനിക്ക് ഒരു 98-99% മീറ്റ് കിട്ടത്തക്ക രീതിയിലുള്ള പോത്തിറച്ചി കിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എല്ലായിടത്തും ഒരേ റേറ്റ് പ്രായോഗികമാകത്തുള്ളൂ. അപ്പോൾ TMF എങ്ങനെയാണ് ഈ പറയുന്ന പോലെ മീറ്റ് മാത്രമേ ഉള്ളൂ? അത് ഈ പറയുന്ന എല്ല് നമ്മൾ എല്ലുങ്കപ്പൊക്കെ വെക്കാൻ സെപ്പറേറ്റ് എല്ല് കിട്ടുമല്ലോ, അങ്ങനെ സെപ്പറേറ്റ് നമ്മൾ പ്രോഡക്റ്റ് വിൽക്കുന്നുണ്ടോ? TMF നമ്മൾ മീറ്റ് കൊടുക്കുന്നത് മീറ്റ് സെപ്പറേറ്റ് ആണ്. അത് 98-99% അതിൻ്റെ അകത്ത് മീറ്റ് മാത്രമേ കാണത്തുള്ളൂ. എല്ല്, നെയ്യ് ഇതെല്ലാം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും TMF. അതിൻ്റെ എല്ലാം റേറ്റ് പല റേറ്റാണ്. ഉദാഹരണം പറഞ്ഞാൽ മീറ്റിൻ്റെ ഒരു 5-1, 6-1 റേറ്റേ കാണത്തുള്ളൂ എല്ലിന്. അത്രയും വ്യത്യാസം നമുക്കുണ്ട്. മായം എന്നത് നമ്മുടെ ചുറ്റും ഏത് ഇൻഡസ്ട്രിയിലാണ് നമുക്കിപ്പം പൊതുവെ കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പം നമ്മൾ കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരുന്ന ബീഫ് അത് ഉപയോഗിക്കാൻ പറ്റുന്നതാണോ അതോ കേടായി തുടങ്ങിയതാണോ എന്ന് നമുക്ക് എങ്ങനെ സയന്റിഫിക്കലി നമ്മൾ പൊതുവേ ചെയ്യുന്ന വീട്ടിൽ കൊണ്ടും ഒന്നെങ്കിൽ നിറം നോക്കും, ചുവപ്പ് നിറം ഉണ്ടെങ്കിൽ ഫ്രഷ് ആണെന്ന് പറയും, അല്ലെങ്കിൽ അതിന് മണവ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കും. ഇനി അങ്ങനെയല്ല, ശരിക്കും സയന്റിഫിക്കലി എങ്ങനെ നമുക്ക് തിരിച്ചറിയാം? സയന്റിഫിക്കലി തിരിച്ചറിയാം. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സാധാരണ ഗതി മനസ്സിലാക്കുന്നത് ഇതിൻ്റെ കളർ നോക്കി, അല്ലെങ്കിൽ ഇതിൻ്റെ എന്തെങ്കിലും സ്മെല്ലുണ്ടെങ്കിൽ, അത് കുക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ അങ്ങനെയാണ് നമ്മളിത് മനസ്സിലാക്കുന്നത്. മീറ്റ് ചീത്തയായിട്ടാണോ അതോ നല്ലതായിട്ടാണോ, അത്രയാണ് നമ്മുടെ അറിവ്. പക്ഷേ ഒരു ഇൻ്റഗ്രേറ്റഡ് പ്ലാന്റിൽ ഇത് സ്ലോട്ടർ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് അതിനൊരു ആൻറ്റിമോർട്ടം ഉണ്ടായിരിക്കും, പോസ്റ്റ്മോർട്ടം ഉണ്ടായിരിക്കും. അതായത് ഒരു ഡോക്ടർ, സർട്ടിഫൈഡ് ഡോക്ടർ ആദ്യം തന്നെ മൃഗത്തിനെ പരിശോധിക്കും ഇത് സ്ലോട്ടർ ചെയ്യാൻ ഫിറ്റ് ആണോ എന്നുള്ളത്. അതിനുശേഷം സ്ലോട്ടർ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇൻറ്റേർണൽ ഓർഗൻസും ബ്ലഡും എല്ലാം ചെക്ക് ചെയ്യും. ഇത് ഭക്ഷ്യയോഗ്യമാണോ, എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. ഇതും കഴിഞ്ഞിട്ട് നമ്മളിത് പാക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് കറക്റ്റായിട്ട് അതിൻ്റെ മോയ്സ്ചറും pHഉം ചെക്ക് ചെയ്യും. മൊത്തം ഒരു 7-8 ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് TMF നമ്മൾ പാക്ക് ചെയ്യുന്നത്. നമ്മൾ സ്ലോട്ടർ ഹൗസിലാണ് ശരിക്കും പറഞ്ഞ ഈ ഒരു 7 സ്റ്റെപ്പുകൾ ഫോളോ ചെയ്ത് നമ്മൾ പാക്ക് ചെയ്യും. നമുക്ക് സിമ്പിളായിട്ട് ഇപ്പം നമുക്കൊരു സംശയം തോന്നുകയാണ്, നമുക്ക് ഇതിൻ്റെ pH ചെക്ക് ചെയ്യാം. ഇതിൻ്റെ pH നോർമൽ ലെവൽ എന്ന് പറയുന്നത് 5.5 to 6.2 ആയിരിക്കണം. ഇപ്പം നമ്മൾ നാട്ടിൻപുറങ്ങളിലൊക്കെ നമ്മൾ പോത്തിനെയൊക്കെ കൊല്ലുന്ന സ്ഥലങ്ങളുണ്ടാവുമല്ലോ, ലോക്കലായിട്ടുള്ള സ്ലോട്ടർ ഹൗസസ്. അപ്പോൾ അവിടെ പൊതുവെ പരിസരത്തുള്ള വീടുകൾക്കൊക്കെ പ്രത്യേകിച്ചൊരു മണം കാണും, ഈച്ചയുടെ ശല്യം കൂടുതലായിരിക്കും, പൊതുവേ ഒരു പൊല്യൂഷൻ ലെവൽ കൂടുതലായിരിക്കും. അപ്പോൾ അതൊക്കെ അതിനുള്ളൊരു പ്രതിവിധി എന്തായിരിക്കും? അത് തന്നെ പറഞ്ഞതിൻ്റെ അകത്തൊരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. സ്ലോട്ടർ ഹൗസ് അല്ല, അത് ഒരു മാടിനെ നമ്മളൊരു ഏരിയയിൽ സ്ഥിരമായിട്ട് കട്ട് ചെയ്യുന്നു എന്നുള്ളത് കണക്കാക്കിയാൽ മതി. അപ്പോൾ ഇതിൻ്റെ ബാക്കി വരുന്ന വേസ്റ്റ്, ബ്ലഡ്, നെയ്യ്, പണ്ടങ്ങൾ, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാർ കുഴിച്ചിടും, കുറേ അവിടെ നിന്ന് കഴുകി വൃത്തിയാക്കും.
എത്ര വൃത്തിയാക്കിയാലും ഈ പറഞ്ഞ കുറേ വേസ്റ്റ് അവിടെ ഉണ്ടാകും. അവിടെ ഒരു സ്മെല്ലുണ്ടാകും. അങ്ങനെ ഇപ്പം നമ്മൾ സാധാരണ കണ്ടുവരുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ ഇത് റെഗുലറായിട്ട് കട്ട് ചെയ്യുന്ന ഏരിയയിൽ ഉണ്ടാകും. ഇപ്പം നമ്മുടെ നാട്ടിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡൊക്കെ വളരെ സ്ട്രോങ് ആണ്. അതുകൊണ്ട് തന്നെ ഈ എല്ല്, നെയ്യ്, ഇതിൻ്റെ വേസ്റ്റൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. പക്ഷേ ഇത് ഈ മണ്ണിലേക്ക് പോകുന്ന വേസ്റ്റ് കുറേ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത വേസ്റ്റാണ് ഇപ്പോഴും ഈ സ്മെല്ല് ഉണ്ടാകാനുള്ള പ്രധാന കാരണം. ഇപ്പം പ്ലാന്റുകളിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വേസ്റ്റ് അവർ ബൈ പ്രോഡക്ട്സ് ആക്കിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ഒരു തുള്ളി ബ്ലഡ് പോലും വേസ്റ്റായി മാറുന്നില്ല. ഇപ്പോൾ റെൻഡറിങ് പ്ലാന്റുകളിൽ ഇതിൻ്റെ വേസ്റ്റ് എല്ലാം എത്തിക്കാൻ സാധിക്കണം. എങ്കിൽ മാത്രമേ ഉള്ളൂ ഈ വേസ്റ്റ് പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ സ്മെല്ലില്ലാതെ പറ്റത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഡ്രെയിനേജ് കാര്യങ്ങളെല്ലാം സംവിധാനങ്ങളുള്ള റെൻഡറിങ് പ്ലാന്റ് വേണം. അതുപോലെ തന്നെ ഈ കൊല്ലുന്നതിൻ്റെ കാര്യം പറഞ്ഞു. അതിനോട് അനുബന്ധമായിട്ട് പറയേണ്ട വേറൊരു കാര്യം, ഇത് നമ്മളൊരു മാടിനെ കട്ട് ചെയ്തു, ഈ നിലത്തിട്ട് അതിനെ പൊളിക്കുന്നു, അതിനെ അവിടെ വെച്ച് തന്നെ കട്ട് ചെയ്ത് വീണ്ടും മീറ്റാക്കി എടുക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ബ്ലഡിലേക്ക് വീണ്ടും കണ്ടാമിനേഷൻ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഓൾറെഡി ഈ സ്ലോട്ടർ ചെയ്ത സ്ഥലത്ത് ഒത്തിരി ബാക്ടീരിയാസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പം മാറി മാറി വരുന്നുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ സർക്കാർ ഒരു സ്ലോട്ടർ ഹൗസ് ഉണ്ട്. അവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു ലോക്കൽ ഏരിയയിലുള്ള വെട്ടുകാരെല്ലാം അവരവരുടെ ജീവനുള്ള മാടിനെ അവിടെ കൊണ്ടുവരുന്നു, അവിടെ കൊണ്ടുവന്ന് സ്ലോട്ടർ ചെയ്യുന്നു. അപ്പോൾ അതിനൊരു നിശ്ചിത തുക ഗവൺമെൻറ്റിന് ഫീസായിട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇതിൻ്റെ വേസ്റ്റ് കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ഒരു സ്ഥലത്ത് മാത്രം കളക്ട് ചെയ്യുകയും അത് റെൻഡറിങ് പ്ലാന്റിലേക്ക് വിടുകയും ചെയ്യുന്നു. അപ്പോൾ ഇവർക്ക് ഇതിൻ്റെ ബാക്കി വേസ്റ്റ് മാനേജ്മെൻറ്റിനെ പറ്റി വലിയ ബുദ്ധിമുട്ട് വരുന്നില്ല. അവർക്കത് കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കുന്നു. ദിനം പ്രതി ബീഫിൻ്റെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായിരിക്കും അതിന് കാരണം? ഇന്ത്യയിൽ ബീഫ്, ബഫല്ലോ ഇതിൻ്റെയൊക്കെ വില നിശ്ചയിക്കുന്നത് നമ്മളല്ല, കേരളത്തിലല്ല. ഇതെല്ലാം നോർത്ത് ഇന്ത്യയിൽ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. കാരണം നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള പോത്തുകൾ, നമുക്കിവിടെ ഒരു ദിവസം പോലും ഇറക്കാനുള്ള പോത്ത് നമുക്ക് കേരളത്തിലില്ല. അപ്പോൾ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിൽ ഡിമാൻഡ് കൂടുമ്പോഴല്ല അവർ വില കൂട്ടുന്നത്. പ്രധാനമായിട്ടും സ്ലോട്ടർ ഹൗസുകൾ, ഇന്ത്യയിൽ ഇഷ്ടംപോലെ സ്ലോട്ടർ ഹൗസുകളുണ്ട്. ഒരു ദിവസം 2000-2500 പോത്തിന് വരെ കൊല്ലുന്ന സ്ലോട്ടർ ഹൗസുകളുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ബഫല്ലോ മീറ്റ് എക്സ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ആ സ്ലോട്ടർ ഹൗസുകളുടെ ഡിമാൻഡ് കൂടുകയും അവിടെ റേറ്റ് കൂടുകയും ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി മാർക്കറ്റുകളിൽ ഉത്തരേന്ത്യയിലും അതുപോലെ നമ്മുടെ തമിഴ്നാട്, ആന്ധ്ര, കർണാടക പോലെയുള്ള ഏരിയയിൽ മാർക്കറ്റ് റേറ്റ് കൂടുന്നത് കൊണ്ട് അവിടുന്ന് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്കും മാടിൻ്റെ, ലൈവ് ആനിമലിൻ്റെ റേറ്റ് ഇവിടെ കൂടുന്നു. അതാണ് പ്രധാനമായിട്ടും നമ്മുടെ ഇവിടെ റേറ്റ് കൂടാനുള്ള കാരണം. കോട്ടയം മാർക്കറ്റിലെ ബീഫിൻ്റെ വില വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം ഒരു 60-70 റുപ്പീസൊക്കെ കുറവാണ് TMFലെ ബീഫിന്. ഇത്രയും അധികം പ്രോസസ്സിങ്ങിലൂടെ കടന്നു പോയതിനു ശേഷം താങ്കൾ ഇങ്ങനെ റീറ്റെയിലിൽ എത്തിക്കുമ്പോൾ എങ്ങനെ ഇങ്ങനെ ഒരു വില വ്യത്യാസം നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത്? ഓക്കെ, ഇതിൻ്റെ ഉത്തരം പറയുന്നതിന് മുമ്പ് എനിക്ക് നേരത്തെ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈവ് പോത്തിനെ വാങ്ങിച്ച് നമ്മുടെ MPIയിലൊക്കെ സപ്ലൈ ചെയ്യുന്നതായിരുന്നു എൻ്റെ ബിസിനസ്. ഈ ലൈവ് ആനിമലിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് വളരെ കോസ്റ്റ്ലിയാണ്. ഇപ്പം നമ്മൾ മഹാരാഷ്ട്രയിൽ നിന്നോ ആന്ധ്രയിൽ നിന്നോ ഒരു ലോഡ് പോത്ത് വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വണ്ടിക്കൂലിയേക്കാൾ കൂടുതലായിരുന്നു വഴിച്ചെലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൈക്കൂലി കൊടുക്കുന്ന പൈസ. അപ്പോൾ അങ്ങനെ ഇവിടെ എത്തുമ്പോഴത്തേക്കും ഈ വഴിച്ചെലവ് എന്ന് പറയുന്നത്, ഇതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് ഒരു ഭീമമായ തുകയിലേക്ക് വരും. ഇതേസമയം നമുക്ക് ഈ റോ മെറ്റീരിയൽ, അതായത് ഈ പോത്ത് അവൈലബിൾ ആയിട്ടുള്ള സ്ഥലത്ത് നമുക്ക് ഇത് സ്ലോട്ടർ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വഴിച്ചെലവില്ലാതെ ഇത് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഒരു 2 വലിയ ട്രക്കിൽ കയറുന്ന ഒരു 60-70 പോത്തിനെ നമ്മുടെ ഒരു റീഫർ എന്ന് അറിയപ്പെടുന്ന റീഫർ വണ്ടിയിൽ നമുക്ക് സുഗമമായിട്ട് കൊണ്ടുവരാൻ സാധിക്കും. നമ്മുടെ കയ്യിലുള്ള റീഫർ വണ്ടിയിൽ നമ്മൾ 7.5 ടണ്ണ് മീറ്റാണ് കൊണ്ടുവരുന്നത്, വളരെ പെർമിറ്റഡ് ആയിട്ടുള്ള. അപ്പം ഒരു സ്ലോട്ടർ ഹൗസിൽ നിന്ന് നമ്മുടെ ഇതിലേക്ക് ബില്ല് ചെയ്യുന്നത് കാരണം വഴിയിലൊന്നും യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകുന്നില്ല. വണ്ടിക്കൂലി നമുക്ക് ഡീസൽ ചിലവല്ലാതെ വേറൊന്നും എക്സ്പെൻസ് വരുന്നില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു കാരണം, നമുക്ക് റേറ്റ് ഇത്രയും കുറച്ച് ചെയ്യാൻ സാധിക്കുന്നതിൻ്റെ കാരണം. ഇപ്പോൾ TMFൽ നിന്ന് മേടിച്ചുകൊണ്ട് പോകുന്ന ഫ്രോസൺ ബീഫ് ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് എങ്ങനെയാണ് ഡീഫ്രോസ്റ്റ് ചെയ്യേണ്ടത്? നമുക്ക് ഏറ്റവും പതുക്കെ ഡീഫ്രോസ്റ്റ് ചെയ്യുന്നതാണ് ഇത് ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ നിൽക്കാൻ. അപ്പോൾ നിങ്ങൾ നാളെ കറി വെക്കാനാണെങ്കിൽ ഇന്നെടുത്ത് ഫ്രീസറിൽ വെക്കാതെ ഫ്രിഡ്ജിൻ്റെ നമ്മുടെ നോർമൽ റെഫ്രിജറേഷനിൽ വെച്ച് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും അത് ഡീഫ്രോസ്റ്റ് ആയിട്ടുണ്ടാവും. ഇനി അതല്ല, നമുക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ നോർമൽ അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചറിലേക്ക് വെക്കുക. ഒരു 4-5 മണിക്കൂർ കൊണ്ട് അത് ഡീഫ്രോസ്റ്റ് ആകും. കുറച്ചുകൂടെ സ്പീഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളത്തിൽ പാക്കറ്റ് പൊട്ടിക്കാതെ ഇടുക.
അപ്പോൾ ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂർ സമയം കൊണ്ട് അത് ഡീഫോസ്റ്റ് കിട്ടും. അതല്ലാതെ ചൂടുവെള്ളത്തിലിട്ടോ പിന്നെ ഓവനിലൊക്കെ വെച്ച് ഡീഫോസ്റ്റ് ചെയ്യാറുണ്ട് ആൾക്കാർ. അതിനേക്കാളും കുറേ കൂടെ സേഫായിട്ടും ടേസ്റ്റി ആയിട്ടും നമുക്ക് കിട്ടുന്നത് ആദ്യം പറഞ്ഞ 2-3 മെത്തേഡ്സാണ്. എനിക്കിപ്പോൾ ഫ്രോസൺ മീറ്റ് മേടിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് ഫ്രഷ് മീറ്റാണ് കിട്ടിയത്. അതിന് ഞാൻ വീട്ടിലുള്ള ഫ്രീസറിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഫ്രോസൺ മീറ്റ് ആവുമോ? വീട്ടിലുള്ള ഫ്രീസറിൽ വെക്കുമ്പം മീറ്റ് കട്ട പിടിക്കും എന്നുള്ളതല്ലാതെ പ്രോപ്പറായിട്ടുള്ള, കാരണം നമ്മുടെ വീട്ടിലെ റെഫ്രിജറേഷൻ സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ നമ്മൾ സാധാരണ കാണുന്ന കടയിലൊക്കെ കാണുന്ന ചെസ്റ്റ് ഫ്രീസറിൻ്റെ അകത്ത് നമുക്ക് -18 ടെമ്പറേച്ചർ -20 ടെമ്പറേച്ചർ അതിലേക്ക് അച്ചീവ് ആകണമെങ്കിൽ ഒത്തിരി സമയമെടുക്കും. ഈ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇത്തരം ഫ്രീസറുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ പുറമേ കട്ടയായാലും ചിലപ്പോൾ അകത്ത് ഉള്ളിലേക്ക് അതിൻ്റെ തണുപ്പ് എത്തിക്കൊള്ളണമെന്നില്ല. ഇപ്പോൾ പ്രോപ്പറായിട്ട് നമ്മൾ ഫ്രോസൺ മീറ്റ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മീറ്റ് കട്ട് ചെയ്ത് അത് ചില്ലറിൽ വെച്ച് ചില്ലറിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഇത് ബ്ലാസ്റ്റ് ഫ്രീസ് ചെയ്യും. അതായത് -40 ഡിഗ്രി ടെമ്പറേച്ചറിൽ ഇതിനെ 6 മണിക്കൂറിനകത്ത് എത്തിക്കും. എന്നിട്ടാണ് ഇത് -18 ടെമ്പറേച്ചറിൽ കീപ്പ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഷെൽ ലൈഫ് കൂടുതലായിരിക്കും, അതിൻ്റെ ക്വാളിറ്റിയും വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പം സാധാരണഗതിയിൽ നമ്മൾ ഒരു ഫ്രഷ് മീറ്റ് മേടിച്ചു കട്ട് ചെയ്തു നമ്മുടെ ഫ്രീസറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കൂടുതൽ ദിവസങ്ങൾ കിട്ടും. അതിനാണ് ഈ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകുന്നത്. ഇതേസമയം പ്രോപ്പറായിട്ട് ഫ്രോസൺ ചെയ്ത ഒരു ഫ്രോസൺ മീറ്റിനാണെങ്കിൽ ഈ ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ടാകത്തില്ല. അതാണ് നമ്മുടെ ആൾക്കാരുടെ എല്ലാം പ്രധാനമായിട്ടുള്ളൊരു ധാരണയും. ഫ്രോസൺ മീറ്റ് അതിനെന്തോ ടേസ്റ്റ് വ്യത്യാസമുണ്ട് എന്നുള്ളൊരു ധാരണ ആൾക്കാർക്ക് വരാനുള്ള ഒരു പ്രധാന കാരണവും ഇതാണ്. പ്രോപ്പറായിട്ട് അത് ഫ്രോസൺ ചെയ്യുന്നില്ല. ആക്ച്വലി എൻ്റെ അടുത്ത ചോദ്യം അത് തന്നെയായിരുന്നു. ഫ്രോസൺ മീറ്റ് നമ്മുടെ നാട്ടിലുള്ളൊരു സ്റ്റിഗ്മയാണത്, ഒരു സോഷ്യൽ സ്റ്റിഗ്മയാണ്. അതായത് നമ്മൾ ഫ്രോസൺ മീറ്റും ഫ്രഷ് മീറ്റും തമ്മിൽ കമ്പയർ ചെയ്യുവാണെങ്കിൽ ഫ്രഷ് മീറ്റിനായിരിക്കും എപ്പോഴും ടേസ്റ്റ് കൂടുതൽ എന്നാണ് എല്ലാവരും പറഞ്ഞു കേൾക്കാറ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ വീട്ടിലെ ഫ്രീസറിനകത്ത് വെച്ചാൽ മാത്രമേ ആ ടേസ്റ്റ് കുറവ് നമുക്ക് ഫീൽ ചെയ്യാൻ സാധ്യതയുള്ളൂ അല്ലേ? പ്രോപ്പറായിട്ട് ഫ്രോസൺ ചെയ്ത് മീറ്റ് വാങ്ങിച്ച്, കാരണം നമ്മൾ നഗറ്റ്സ്, ബാക്കി കട്ട്ലേറ്റ്സ് ഇതെല്ലാം നമ്മൾ ഫ്രോസൺ വാങ്ങിച്ച് ഉപയോഗിക്കാറുണ്ട്. അതെല്ലാം നല്ല കമ്പനികളുടെ ഫിഷ് എല്ലാം വരുന്ന അബാദ് പോലെയുള്ള വലിയ വലിയ കമ്പനികളുടെ എല്ലാം ഫ്രോസൺ ഫിഷാണ് നമ്മൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതൊക്കെ എല്ലാം കാലത്തിനനുസരിച്ച് മാറി വരുന്നുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ഇതും കേരളത്തിലേക്ക് കൂടുതൽ വ്യാപകമാകും എന്ന് വേണം കരുതാൻ. നമ്മൾ പുറത്ത് പോകുമ്പോഴും ദുബായിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും അവിടെ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ചിൽഡ് മീറ്റ് എന്ന് പറയുന്നൊരു സെക്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ചിൽഡ് മീറ്റ് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് നമുക്ക് കുറേ കൂടെ റെഡി ടു കുക്കാണ്. അതാണ് ചിൽഡ് മീറ്റിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. നമുക്ക് കൂടുതൽ ദിവസം വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രോസൺ മീറ്റാണ് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അപ്പം നമുക്കിവിടെ ഈ ചിൽഡ് മീറ്റ് എന്നൊരു കൺസെപ്റ്റ് പ്രാവർത്തികമാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഈ 4-5 ദിവസം കൊണ്ട് അത്ര ഒരു മാസ് പ്രൊഡക്ഷൻ, മാസ് വോളിയം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഫ്രഷ് മീറ്റ് മാറി ആൾക്കാർ ചിൽഡ് മീറ്റ് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയെങ്കിൽ മാത്രമേ അത് പ്രായോഗികമാവുള്ളൂ. പക്ഷേ നമ്മളിപ്പോഴും ചെയ്യുന്നുണ്ട്, ചിൽഡ് മീറ്റ്, ഫ്രോസൺ മീറ്റ് ചെയ്യുന്നുണ്ട്. ഇതുവരെയുള്ള എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ എങ്ങനെയുണ്ടോ, ട്രെൻഡ് മാറി വരുന്നുണ്ടോ? ഫ്രഷിൽ നിന്നും ചിൽഡിലോട്ടോ ഫ്രോസണിലോട്ടോ ഉള്ളൊരു മാറ്റം കണ്ടറിയുന്നുണ്ടോ? തീർച്ചയായിട്ടും. അതായത് ഇപ്പം നമ്മുടെ നാട്ടിലെ ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും പുറത്ത് അവിടെ താമസിച്ചിട്ടുള്ളതും അവിടുത്തെ ഭക്ഷണ രീതികൾ കണ്ട് മനസ്സിലാക്കിയിട്ടുള്ളതുമായിട്ടുള്ള ആൾക്കാരാണ്. അവർക്ക് അറിയാം ഫ്രോസൺ മീറ്റ് എന്താണ്, അതിൻ്റെ ഗുണം എന്താണ്. അത് നമുക്ക് കൂടുതലായിട്ടും വീട്ടിൽ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കീപ്പ് ചെയ്യുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർക്കറിയാം. അതുകൊണ്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക്, അതല്ലാതെ തന്നെ നമ്മളിപ്പോൾ ഇവിടെ ചെറിയൊരു റീറ്റെയിൽ കൗണ്ടർ കൂടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നതെല്ലാം തന്നെ നമ്മുടെ റിപ്പീറ്റഡ് കസ്റ്റമേഴ്സാണ് വരുന്നത്. ഓക്കെ, ഫൈനൽ ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് യുവർ ഫേവറേറ്റ്? ഫ്രഷ് ആണോ, ചിൽഡ് ആണോ, ഫ്രോസൺ ആണോ? എൻ്റെ ഫേവറേറ്റ് ഓഫ് കോഴ്സ് ചിൽഡ് മീറ്റാണ്. പക്ഷേ ചിൽഡ് മീറ്റിൻ്റെ അവൈലബിലിറ്റി നമുക്കിവിടെ വളരെ കുറവാണ്. ഇപ്പം നമ്മൾ ചിൽഡ് മീറ്റ് പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞെങ്കിൽ മാത്രമേ ഉള്ളൂ മീറ്റ് കറക്റ്റായിട്ട് ചില്ല് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ മീറ്റ് ടെൻഡർ ആവുള്ളൂ. നമുക്ക് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. താങ്കളുടെ വീട്ടുകാർക്ക് ചിൽഡ് വെച്ചിട്ടുണ്ടാക്കുന്ന ഏത് ഫേവറേറ്റ് ഡിഷാണ് താങ്കളുടെയും ഫേവറേറ്റ്? ഇപ്പം ചിൽഡ് മീറ്റ് വെച്ചാണ് നമ്മൾ ബീഫ് സ്റ്റേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തന്നെ നമുക്ക് സ്പെഷ്യൽ കട്ട്സ് എല്ലാം അവൈലബിൾ ആണ്. നമ്മൾ ടെൻഡർലോയിൻ വെച്ച് നമ്മൾ ഇവിടെ സ്റ്റേക്ക് ഉണ്ടാക്കാറുണ്ട്. എല്ലാവർക്കും വളരെ താല്പര്യമുള്ള ഒരു സംഗതിയാണ്. മലയാളികൾക്ക് വളരെ പുതിയൊരു കൺസെപ്റ്റ് ആയിട്ടുള്ള ചിൽഡ് മീറ്റ് ഇതിനെപ്പറ്റി കൂടുതലായി നമുക്ക് പറഞ്ഞു തരാം ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന സ്റ്റീവൻസൺ തോമസിന് താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഇന്റർവ്യൂ നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. വീണ്ടും നമുക്ക് മറ്റൊരു അവസരത്തിൽ കാണാം. ബൈ.